അപ്പോൾ നമ്മുടെ കീം എക്സാം 2024 വരാൻ പോവാണ്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. കീം എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്യുകയാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ n ഫോർ വിച്ച്. ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തന്നിട്ടുള്ള ഇക്വേഷൻ? 1 - i ഡിവൈഡഡ് ബൈ 1 + i ഹോൾ റൈസ് ടു n സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളൊരു ഇക്വേഷനാണ് നമുക്ക് അവർ തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ പ്ലേസിൽ വരുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവായിട്ടുള്ള ഇൻറ്റീജർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ കാണുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമുണ്ട്. ഈ 1 - i / 1 + i സോൾവ് ചെയ്തെടുക്കാൻ നമുക്കറിയാം. നോർമലി സോൾവ് ചെയ്യുന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും കീം എക്സാം റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ NDA എക്സാം റിലേറ്റ് ചെയ്തൊക്കെ പഠിച്ചിരിക്കേണ്ട 1-2 പോയിൻറ്റ്സ് നമ്മളൊന്ന് മെൻഷൻ ചെയ്യും. ഓക്കെ, സോ ഈ 1 + i ഡിവൈഡഡ് ബൈ 1 - i എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ വരുന്നത് i ആണ്. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. 1 - i / 1 + i എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ ആണല്ലോ, അതിൻ്റെ ആൻസർ -i ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീം എക്സാം ആണെങ്കിലും ശരി, NDA എക്സാം ആണെങ്കിലും ശരി, JEE ആണെങ്കിലും ശരി, ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചാൽ ഒരുപാട് സമയം ലാഭിക്കാം. സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന മോഡലാണ് ഈ 1 + i / 1 - i-യും 1 - i / 1 + i-യും സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനമാണ്. ഓക്കെ, നോർമലി എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 - i ഡിവൈഡഡ് ബൈ 1 + i. നമ്മളെന്താ ചെയ്യുന്നത്? ഡിവിഷൻ ബൈ കോംപ്ലക്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കും. 1 + iയുടെ കോൺജുഗേറ്റ് 1 - i ആണ്. അത് മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, മുകളിൽ a - b ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്യാം. a² - 2ab 2 × 1 × i 2i + b² i² ഡിവൈഡഡ് ബൈ താഴെ a + b × a - b a² 1 - b² എന്ന് പറഞ്ഞാൽ i². സോ 1 - 2i i² എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? -1 ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് i റൂട്ട് -1 ആണ്. അവിടുന്ന് റൂട്ട് ഇപ്പുറം വന്നാൽ i² എന്ത് കിട്ടും? -1 ഡിവൈഡഡ് ബൈ 1 - i² ഈസ് അഗെയിൻ -1 +1 - 1 ക്യാൻസൽ -2i ഡിവൈഡഡ് ബൈ 2 മൈനസ് പ്ലസ് ആവും 1 + 1 2 വരും. 2 ക്യാൻസൽ ആയാൽ -i വരും ആൻസർ അല്ലേ? -i വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ -i കിട്ടിയത്. 1 - i / 1 + i -i കിട്ടിയത് അങ്ങനെയാണ്. ഓക്കെ, ഇത് ഇത്രയും ചെയ്തെടുക്കാൻ പോകണ്ട, ഇതൊന്ന് പഠിച്ചു വെച്ചാൽ സംഭവം സെറ്റാണ്. 1 + i / 1 - i എന്നുള്ളത് i ആണെന്ന് ഓർത്ത് വയ്ക്കുക. 1 - i / 1 + i എന്നുള്ളത് -i ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ 1 - i / 1 + iക്ക് പകരം -i കൊണ്ട് റീപ്ലേസ് ചെയ്യാം. റൈസ് ടു n² ഈക്വൽ ടു 1. ഇനി ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്നിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റീജർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനകത്തുനിന്ന് ഏറ്റവും ചെറിയ ഇൻറ്റീജറുകൾ ഓരോന്നായിട്ട് നമ്മൾ കൊടുത്തു നോക്കുക. ആദ്യം നമുക്ക് 2 കൊടുത്ത് നോക്കാം അല്ലേ? എന്നിൻ്റെ പ്ലേസിൽ 2 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? -i n ന് 2 കൊടുത്താൽ 2² -i 2² എന്താണ്? 4. -4 എന്ന് പറഞ്ഞാൽ എന്താവും? പ്ലസ് ആവും. ബാക്കി i 4. i 4 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ, ശരിയല്ലേ? എടോ i² -1 അല്ലേ? i² -1 ആണെന്നറിയാമല്ലോ. i² സ്ക്വയർ ആണ് i 4 അല്ലേ? i 4 i² -1 അപ്പോൾ -1 സ്ക്വയർ ആണ് i 4. അതായത് i 4 എന്ന് പറഞ്ഞാൽ -1 സ്ക്വയർ എന്താണ്? 1. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ 1 ആയിരുന്നു. കിട്ടിയ ആൻസറും 1 തന്നെയാണ്. ഇനി 1 കിട്ടുന്നില്ലെന്ന് വെച്ചോളൂ, തൊട്ടടുത്ത പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ടുള്ള 4 കൊടുത്ത് നോക്കും. 4 കിട്ടിയില്ലെങ്കിൽ അടുത്ത പോസിറ്റീവ് ഇൻറ്റീജർ കൊടുത്ത് നോക്കും. അപ്പോൾ ഏത് പോസിറ്റീവ് ഇൻറ്റീജറിലാണോ ഇത് ശരിയാകുന്നത് അത്രയും നേരം നമ്മളത് വാല്യൂസ് കൊടുത്തു നോക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് ആദ്യത്തെ പോസിറ്റീവ് ഇൻറ്റീജറിൽ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലേ? n = 2 ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, സോ ഓപ്ഷൻ A 2 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന മോഡലാണ്. നന്നായിട്ട് നോക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് z
ഇസ് ഈക്വൽ ടു 2 മൈനസ് ഐ റൂട്ട് 3. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഇസഡ് റൈസ് ടു 4 ഈസ് ഈക്വൽ ടു എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണ്? മോഡുലസുമായിട്ട് റിലേറ്റ് ചെയ്ത് 3-4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, മോഡുലസ് ഓഫ് Z1 ഇൻറ്റു Z2 ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. Z1ഉം Z2ഉം രണ്ട് വ്യത്യസ്ത കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ സെപ്പറേറ്റ് മോഡുലസ് എടുക്കാം. മോഡ് Z1 ഇൻറ്റു മോഡ് Z2. ഓക്കെ, Z2 ആദ്യം എഴുതിയതുകൊണ്ട് ഞാനിങ്ങനെ ആക്കിയതേ ഉള്ളൂ. മോഡ് Z1 ഇൻറ്റു മോഡ് Z2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ മോഡ് Z2 ഇൻറ്റു മോഡ് Z1. ഇതേപോലെ ഡിവിഷൻ ആണെങ്കിലോ Z1 ബൈ Z2 ആണെങ്കിലോ ഇതേപോലെ സ്പ്ലിറ്റ് ആക്കാം. മോഡ് Z1 ബൈ മോഡ് Z2. ഇനി ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ വരികയാണെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ വരികയാണ് Z1 Z2 ബൈ Z3. ഇത് മൂന്നും കോംപ്ലക്സ് നമ്പേഴ്സാണ്. ഇതിൻ്റെ മോഡുലസ് ആണെങ്കിൽ മോഡ് Z1 മോഡ് Z2 ഡിവൈഡഡ് ബൈ മോഡ് Z3 ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റിൻ്റെയോ ഫ്രാക്ഷൻ ഡിവിഷൻ്റെയോ കോമ്പിനേഷൻസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സെപ്പറേറ്റ് മോഡുലസ് കൊടുക്കാം. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് യു ഷുഡ് ഹാവ് ടു ബി റിമെമ്പർ എന്ന് പറയുന്നത്, മോഡുലസ് ഓഫ് Z റൈസ് ടു n എന്ന് പറയുന്നത് മോഡ് Z ഹോൾ റൈസ് ടു n ആണ്. ആ റൈസ് ടു n അകത്താണെങ്കിൽ ആ ഇസഡിന് മാത്രം മോഡുലസ് കൊടുത്തുകൊണ്ട് റൈസ് ടു n പുറത്താക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോഡുലസ് ഓഫ് Z റൈസ് ടു 4 ആണ്. ഇസഡിന് മാത്രം മോഡുലസ് കൊടുത്തുകൊണ്ട് റൈസ് ടു 4 നമുക്ക് ഔട്ട് സൈഡ് ആക്കാം. ക്ലിയർ അല്ലേ? സോ ഇനി ഇസഡിന് മാത്രം മോഡുലസ് എടുക്കുക. യെസ്, നമുക്കറിയാം ഇസഡ് എന്ന് പറയുന്നത് A+IB ആണ് എങ്കിൽ മോഡ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് A² പ്ലസ് B² ആണ്. സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് A² ഈസ് 2² 2² ഈസ് 4 പ്ലസ് B ഈസ് മൈനസ് റൂട്ട് 3 മൈനസ് റൂട്ട് 3ൻ്റെ സ്ക്വയർ പ്ലസ് 3 അല്ലേ? മൈനസ് റൂട്ട് 3 സ്ക്വയർ എടുത്താൽ 3 ആണ് വരിക. മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് റൂട്ട് 3യുടെ സ്ക്വയർ 3. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ വളരെ ചുരുങ്ങിയ സ്റ്റെപ്പുകളിൽ എഴുതേണ്ട കാര്യങ്ങളാണ്. ഇതെന്താണ്? ഹോൾ റൈസ് ടു 4. സോ റൂട്ട് 4 3 7 റൈസ് ടു 4. ഓക്കെ, 4 പ്രാവശ്യം റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 4 ടൈംസ് ആയല്ലോ. 2 പ്രാവശ്യം ആകുമ്പം ഒരു 7 പുറത്തിറങ്ങും. അടുത്ത 2 പ്രാവശ്യം ആകുമ്പോൾ ഒരു 7 പുറത്തിറങ്ങും. 7 49 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി സെറ്റാണേ. ഓപ്ഷൻ ഡി 49 ആണ് ആൻസർ വരിക. ക്ലിയർ? നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ് അല്ലേ? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്ന് അറിയാമല്ലോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? റൂട്ട് -25 പ്ലസ് 3 ഇൻറ്റു റൂട്ട് -4 പ്ലസ് 2 ഇൻറ്റു റൂട്ട് -9. ഓക്കെ, എന്താണ് റൂട്ട് -25? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ റൂട്ട് ഓഫ് -x ആണെങ്കിൽ റൂട്ട് എക്സ് ഐ ആണെന്നറിയാം അല്ലേ? റൂട്ടിനുള്ളിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ അത് ഐ ആയിട്ട് പുറത്ത് വരും. സോ ആൻസർ നമുക്ക് എഴുതി പോവാം. 25ൻ്റെ റൂട്ട് 5 മൈനസ് ഉള്ളത് കൊണ്ട് ഒരു ഐയും കൂടെ വരും. പ്ലസ് 3 ഇൻറ്റു 4ൻ്റെ റൂട്ട് 2 മൈനസ് ഉള്ളതുകൊണ്ട് ഒരു ഐയും കൂടെ വരും. പ്ലസ് 2 ഇൻറ്റു 9ൻ്റെ റൂട്ട് 3 മൈനസ് ഉള്ളതുകൊണ്ട് ഒരു ഐയും കൂടെ വരും. ഓക്കെ, സോ 5i പ്ലസ് 6i പ്ലസ് 6i. ഓക്കെ ആണേ? 6 6 12 2 17 i ആണ് ആൻസർ വരിക. സോ ഓപ്ഷൻ ഇ 17i ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓപ്ഷൻ ഇ 17i ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് A1 A2 A3 എക്സെട്ര AN ആർ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇത് AP അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. ആൻഡ് ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 3, nth ടേം തന്നിട്ടുണ്ട് 39, ആൻഡ് സം ഓഫ് ഫസ്റ്റ് n ടേം തന്നിട്ടുണ്ട് 210. അങ്ങനെയാണെങ്കിൽ n എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് n ടേംസിന് 2 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Sn ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കയ്യിലുള്ളപ്പോഴാണ് ആ ഇക്വേഷൻ ഉപയോഗിക്കുക. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കയ്യിലുണ്ടെങ്കിൽ മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതാണ് സം ഓഫ് n ടേംസ്. അതാണ് 210. സോ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്? 3
പ്ലസ് ലാസ്റ്റ് ടേം എത്രയാണ് 39, ദാറ്റ് ഈസ് 210, 210. ഓക്കെ, സോ n/2 ഇൻറ്റു 39 3 42 അല്ലേ, സീക്വൽ ടു 210. 2ഉം 42ഉം വെട്ടിയാൽ 21, 21ഉം 21ഉം വെട്ടിയാൽ 1. സോ n ഈസ് ഈക്വൽ ടു 10 വരും ആൻസർ. സോ ഓപ്ഷൻ ബി 10 ആണ് റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി 10 ആണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ വരിക. നല്ല ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ കീമിന് പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ടി എൻ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ നമ്മുടെ സീക്വൻസസ് ആൻഡ് സീരീസിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ്. ടി എൻ എന്ന് പറഞ്ഞാൽ nth ടേമിനെ സൂചിപ്പിക്കുന്നു അല്ലേ, nth ടേമിനെ സൂചിപ്പിക്കുന്നു. എന്നിൻ്റെ വില 1 2 3 എക്സെട്ര ആണ്. ബി ദ nth ടേം ഓഫ് ആൻ എ പി. അവർ പറയുന്നുണ്ട് ടി എൻ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? nth ടേമിനെ സൂചിപ്പിക്കുന്നു. nth ടേം നമുക്കറിയാം a+n-1 ഇൻറ്റു ഡി ആണ് നമ്മുടെ nth ടേം. ഓക്കെ, nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. സോ എ പി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 5, 8, 11 എക്സെട്ര. ഇതാണ് നമ്മുടെ എ പി. അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കണം. ടി എൻ നമുക്ക് തന്നിട്ടുണ്ട് 305 അല്ലേ. ടി എൻ ഇസ് ഈക്വൽ ടു 305. ടി എൻ എന്ന് പറഞ്ഞാൽ a+n-1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു 305. ഓക്കെ, വാല്യൂസ് കൊടുത്തോളൂ. ഫസ്റ്റ് ടേം 5 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 5 3 ആണ് 8 അല്ലേ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് കോമൺ ഡിഫറൻസ്. 8 - 5 3 ആണ് കോമൺ ഡിഫറൻസ്. ഇസ് ഈക്വൽ ടു 305. അവിടുന്ന് n-1 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 305 പ്ലസ് 5 ഇപ്പുറം വരുമ്പോൾ -5. n-1 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 305 നിന്ന് 5 പോയാൽ 300. അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? n-1 ഇസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 3. n-1 ഇസ് ഈക്വൽ ടു 300/3 എത്രയാണ്? 100. അവിടുന്ന് n ഇസ് ഈക്വൽ ടു 100 പ്ലസ് 1. n ഇസ് ഈക്വൽ ടു 101. 101 ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ. ഓപ്ഷൻ എ 101 വരും ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 10th ആൻഡ് 12th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ റെസ്പെക്റ്റീവ്ലി 15, 21 ആണ്. കോമൺ ഡിഫറൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 10ാമത്തെ ടേമാണ് 15. 10ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ a+9d അതാണ് 15. 12ാമത്തെ ടേമാണ് 21. 12ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ a+11d അതാണ് 21. മൈനസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2. 2ൽ നിന്നും 1 കുറച്ചാൽ എയിൽ നിന്നും എ പോയാൽ 0, 11dയിൽ നിന്നും 9d പോയാൽ 2d അല്ലേ. 21ൽ നിന്നും 15 പോയാൽ 6. ക്ലിയർ ആണല്ലോ. 15ഉം 6ഉം ആണ് 21. അവിടുന്ന് കോമൺ ഡിഫറൻസ് ആയില്ലേ, 6/2 3 വരും കോമൺ ഡിഫറൻസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഓഫ് ദ എ പി ഈസ് 3. ഓപ്ഷൻ ഇ ആണ് കേട്ടോ. ഓപ്ഷൻ ഇ ഉണ്ട്. ഓപ്ഷൻ ഇ 3 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഇ 3. ഓക്കെ ആണോ? കോമൺ ഡിഫറൻസ് എന്താണ്? 3 ആണ് വരിക. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതി ചെയ്യണമെന്ന് നിർബന്ധമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. 10ാമത്തെ ടേമിൻ്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 11ാമത്തെ ടേമായി. ഒരു പ്രാവശ്യം കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 12ാമത്തെ ടേമായി. അതായത് 10ാമത്തെ ടേമിൻ്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 12ാമത്തെ ടേം കിട്ടും അല്ലേ. 10ാമത്തെ ടേമിൻ്റെ കൂടെ 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 12ാമത്തെ ടേം കിട്ടും. 10ാമത്തെ ടേം 15. 2d ഇസ് ഈക്വൽ ടു 21. അവിടുന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് 21 - 15 എത്ര വരും? 6. അവിടുന്ന് d ഈക്വൽ ടു 6/2 3 എന്ന് എഴുതാം. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫസ്റ്റ് ടേം ഓഫ് എ ജി പി, ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. എ ഇസ് ഈക്വൽ ടു 3. കോമൺ റേഷ്യോ 2 ആണ്. ആർ ഇസ് ഈക്വൽ ടു 2. സം ഓഫ് ഫസ്റ്റ് 8 ടേംസ്. കോമൺ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1 ആണ്. അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നറിയാലോ. കാരണം ഒരു ജി പി അഥവാ ജിയോമെട്രിക് പ്രോഗ്രഷനെ സംബന്ധിച്ചിടത്തോളം സം കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ട്. a ഇൻറ്റു r⁻n - 1 ബൈ r - 1 ഇഫ് കോമൺ റേഷ്യോ ഗ്രേറ്റർ ദാൻ 1,
and a into 1 minus r raised to n by 1 minus r if common ratio less than 1. Okay, clear ആണെന്ന് വിചാരിക്കുന്നു. Yes. So here common ratio greater than 1 ആണ്. 2 is greater than 1. Greater than 1 ആണെങ്കിൽ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? Sn is equal to a into r raised to n minus 1 by r minus 1. സോ നമുക്ക് എത്ര ടേംസിൻ്റെ സമ്മാണ് വേണ്ടത്? 8 ടേംസിൻ്റെ സമ്മാണ് വേണ്ടത്. സോ S8 ആണ് കണ്ടുപിടിക്കേണ്ടത്. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 3 ഇൻറ്റു കോമൺ റേഷ്യോ 2 റേസ് ടു n എന്ന് പറഞ്ഞാൽ 8 ആണ്. 2 റേസ് ടു 8 മൈനസ് 1 ബൈ r minus 1. Common ratio is 2 minus 1. So 3 into 2 raised to 8 minus 1 by 2 minus 1 is 1. So 3 into നമ്മളിത് കണ്ടുപിടിക്കണം. 2 raised to 8 2 raised to 10 എന്ന് പറഞ്ഞാൽ 1024 ആണ്. 2 raised to 9 എന്ന് പറഞ്ഞാൽ 1024ൻ്റെ പകുതി. 1024ൻ്റെ പകുതി 512. 2 raised to 8 എന്ന് പറഞ്ഞാൽ 512ൻ്റെ പകുതി വരും. 512ൻ്റെ പകുതി 256 സംതിങ് ആയിരിക്കും. നോക്കാം. 512ൻ്റെ പകുതി ഈ 2 4 ശിഷ്ടം 1 11 I 2 10 ശിഷ്ടം 1 12 6 2 12 256. 256 ആണ് 2 raised to 8 വരിക കേട്ടോ. 2 raised to 8. 2 raised to 10 ഒക്കെ ഓർത്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഓർത്തിരിക്കാൻ നല്ലതാണ്. സൈഡിലൊന്ന് എഴുതിയത്. അപ്പോൾ 2 raised to 10 എന്ന് പറയുന്നത് 1024 ആണ്. ഇത് മസ്റ്റായിട്ടും ഓർത്ത് വയ്ക്കണം. 2 raised to 9 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതിയായിരിക്കും 512. 2 raised to 8 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതിയായിരിക്കും. 2 raised to 10 ഓർത്താൽ ആ ഒരു റേഞ്ചിൽ വരുന്നത് കിട്ടും. ഈ ജി പിക്കകത്തൊക്കെ സ്ഥിരം ഇത് വരുന്നതാണ്. എത്രയാണ്? 256. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. 2 raised to 8 എന്ന് പറഞ്ഞാൽ 256 മൈനസ് 1. സോ 3 ഇൻറ്റു 255 അല്ലേ. 256 നിന്ന് പോയാൽ 255. 3 5 15 5 ശിഷ്ടം 1 3 5 15 1 16 6 ശിഷ്ടം 1 23 6 1 7 765. സോ ഓപ്ഷൻ ഡി 765 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി 765. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The number of 3-digit numbers that can be formed from the digits 0 2 3 4 2 5 7 4 ഇല്ല 0 2 3 5 7 ഇത്രയും ഡിജിറ്റ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ഫോം ചെയ്യണം? 3-digit നമ്പേഴ്സ് ഫോം ചെയ്യണം. ഓക്കെ, സോ നമുക്ക് എന്താണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അത് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എളുപ്പം. പെർമ്യൂട്ടേഷനിൻ്റെ ഒരു NPR നൊട്ടേഷനിലേക്ക് പോകണമെന്നില്ല. ജസ്റ്റ് ബോക്സ് വരച്ച് നോക്കിയാലും തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് ഫോം ചെയ്യേണ്ടത് 3-digit നമ്പറാണ്. 3 ബോക്സ് വരയ്ക്കുന്നു. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം വൺസ് പ്ലേസ്. വൺസ് പ്ലേസിൽ 0 വരാം. വൺസ് പ്ലേസിൽ 0 വരാൻ കുഴപ്പമില്ല. യെസ്. ഒറ്റ 10 100 ഹൺഡ്രഡ്സ് പ്ലേസ് ഈ ഒരു സ്ഥാനം. ഈ ഒരു ഹൺഡ്രഡ്സ് പ്ലേസിൽ 0 വരാൻ പാടില്ല. ഹൺഡ്രഡ്സ് പ്ലേസിൽ 0 വന്നാലുള്ള പ്രശ്നം എന്താണ്? അതൊരു 2-digit നമ്പറായിട്ട് മാറും. പക്ഷെ നമുക്ക് വേണ്ടത് 3-digit അല്ലേ. കൂട്ടത്തിൽ 0 ഉണ്ട് താനും. അപ്പോൾ 0നെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി 1 2 3 ബാക്കിയുള്ള 4 പേരെ എനിക്കിവിടെ എടുക്കാം. ഓക്കെ, 4 പേരെ ഇവിടെ എടുക്കാം. ഇനി ബാക്കിയുള്ള ഒറ്റയുടെയും 10ൻ്റെയും സ്ഥാനത്ത് എനിക്ക് ആരെ വേണമെങ്കിലും എടുക്കാം. കാരണം എന്താണ്? റെപ്പിറ്റീഷൻ അലൗഡ് ആണ്. 5 പേര്, മൊത്തം 5 പേരുണ്ട്. 5 പേരിൽ ആരെ വേണമെങ്കിലും ഇവിടെ എടുക്കാം. 5 പേരിൽ ആരെ വേണമെങ്കിലും ഇവിടെയും എടുക്കാം. അക്കോർഡിംഗ് ടു fundamental principle of counting, the total number of 3-digit numbers is 4 into 5 into 5. I 4 20 ഗുണം 5 ഈ 5 10 100. സോ 100 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 100 is the required solution. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് എഴുതി പഠിച്ചാൽ തന്നെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചുകൊണ്ട് ഫ്ലാഗിൻ്റെ ക്വസ്റ്റ്യൻ, ഫോൺ നമ്പറിൻ്റെ ക്വസ്റ്റ്യൻ, ഇതേപോലെ ഡിജിറ്റ് ഫോർമേഷൻ്റെ ക്വസ്റ്റ്യൻ, 3-digit നമ്പർ ഫോർമേഷൻ്റെ, 4-digit നമ്പർ ഫോർമേഷൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ. അതിൽ തന്നെ റിപ്പീറ്റീഷൻ അലൗഡ് ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, അലൗഡ് അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊക്കെ സ്ഥിരം റിപ്പീറ്റഡ് മോഡൽസ് ആണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെട്രിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മെട്രിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നോൺ സിംഗുലർ ആവാനുള്ള കണ്ടീഷൻ എന്താണ് എന്നാണ് ചോദ്യം. ലാംഡ എന്താവാതിരിക്കുമ്പോഴാണ് നോൺ സിംഗുലർ ആവുന്നത്. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ
ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. തന്നിരിക്കുന്ന മെട്രിക്സ് ഇപ്പം എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ എ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ അല്ലേ? സിംഗുലർ മെട്രിക്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിറ്റർമിൻ്റെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലോ അതെന്തായി? നോൺ സിംഗുലറായി. നോൺ സിംഗുലറായി. ഓക്കെ, അറിയാവുന്ന സംഗതിയാണ് അല്ലേ? യെസ്. അപ്പം ഈ ഇൻവേഴ്സൊക്കെ എക്സിസ്റ്റ് ആവുന്നത് നോൺ സിംഗുലർ മെട്രിക്സുകൾക്കാണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആയി, ഇൻവേഴ്സ് എക്സിസ്റ്റ് ആയി, ഇൻവെർട്ടിബിൾ ആണ് അല്ലേ? കാരണം എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ആണ്. ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻവേഴ്സ് ഡസിൻ്റ് എക്സിസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഡിറ്റർമിനൻറ്റ് 0 ആവരുത്. ഡിറ്റർമിൻ്റെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് മെട്രിക്സ് ഇസ് കോൾഡ് നോൺ സിംഗുലർ മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ഇപ്പം അതൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യനിലൊന്ന് ആൻസർ ചെയ്യാണ്. എന്താണ് നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആവരുതെന്നാണ് അല്ലേ? സോ ജസ്റ്റ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് നോക്കാം. -2 ഇൻറ്റു 0 മൈനസ് ലാംഡ മൈനസ് 1 ഇൻറ്റു റോയും കോളവും പോയി 0 പ്ലസ് 4. ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0. -2 ഇൻറ്റു മൈനസ് ലാംഡ 2 ലാംഡ വരും. ഇവിടെ -4 വരും. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. 2 lambda not equal to 4 and lambda not equal to 4/2 and lambda not is equal to 2 ആണ് ആൻസർ വരും. ഓപ്ഷൻ എ 2 is the required solution. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പഠിക്കുക കേട്ടോ. യെസ്, ഡിറ്റർമിനൻറ്റ് ഇവാലുവേഷനൊക്കെ എല്ലാവർക്കും അറിയാം. -2 ഇൻറ്റു -2 ഉള്ള റോയും കോളവും പോയി, ബാക്കി 4 ഇൻറ്റു 0 is 0 -1 ഇൻറ്റു ലാംഡ is ലാംഡ. സെക്കൻഡ് ടേമിൻ്റെ സൈൻ മാറ്റണം അല്ലേ? +1 എന്നുള്ളത് -1 ആക്കി, ആ റോയും കോളവും പോയി. 3 ഇൻറ്റു 0 is 0 -1 ഇൻറ്റു -4 is -4. മൈനസ് ഓഫ് -4 is +4. ഓക്കെ, ആൻഡ് +0 ഇൻറ്റു എഴുതേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. നോട്ട് ഈക്വൽ ടു 0 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ഗിവൺ മെട്രിക്സ് ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ്. ഓക്കെ, നോൺ സിംഗുലർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലാംഡ നോട്ട് ഈക്വൽ ടു 2 ആകുമ്പോൾ ഈ മെട്രിക്സ് എന്താവും? ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആവും. ഓക്കെ, വീണ്ടും കാണാം. Until then, tata, bye bye, see you.